അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് EP എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനുൽ ഖുർആനിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഹയ്യ നഖ്റഉ, നമുക്ക് വായിക്കാൻ തയ്യാറാവാം. അപ്പോൾ ആ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് അന എന്നുള്ള ഒരു പ്രയോഗമാണ്. അന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്നുള്ളതാണ്. അപ്പം അനബാസിമുൻ, അനബാസിമുൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബാസിമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവരുടെ പേര് ഈ ഒരു രൂപത്തിൽ പറഞ്ഞു നോക്കുക. അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അതുപോലെ പെണ്ണുങ്ങളാണെങ്കിലോ, സ്ത്രീകളാണെങ്കിൽ, ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അന ലുബനത്തുൻ, ഞാൻ ലുബനയാണ്. അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. ആൺകുട്ടികളാണ് പറയുന്നതെങ്കിൽ അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. പെൺകുട്ടികളാണ് പറയുന്നതെങ്കിൽ അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. ഇനി അതുപോലെ നക്തുബു, നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പം പല വാക്കുകളും അവിടെ നൽകിയത് ഈ അർണബ് ബോക്സിലുള്ള ആ ഒരു ചിത്രത്തിൻ്റെ അറബി എന്താണ്? അർണബുൻ, മുയലിന് അർണബ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഡേഷ് അർണബുൻ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളവിടെ അന എന്ന് ചേർത്ത് എഴുതണം. അന അർണബുൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മുയലാണ്. അതുപോലെ അന സിഞ്ചാബുൻ, ഞാൻ അണ്ണാനാണ്. ഇനി ചിലപ്പോൾ അന എന്ന് നൽകും, ഫോട്ടോ ബോക്സിലും ഉണ്ടാകും. എന്നിട്ട് അവിടെ ഡാഷ് പൂരിപ്പിക്കാൻ എന്നുള്ള രൂപത്തിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? അന ഡാഷ് എന്നാണെങ്കിൽ അവിടെ പഴമാണ് കണ്ടതെങ്കിൽ അന മൗസുൻ എന്ന് എഴുതി കൊടുക്കണം. അന മൗസുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പഴമാണ്, വാഴപ്പഴമാണ്. അന അനാനാസുൻ, ഞാൻ കൈതച്ചക്കയാണ്. ഇനി അടുത്ത് നോക്കാം. ഹയ്യ നഖ്റഉ, നമുക്ക് വായിക്കാൻ തയ്യാറാവാം. ഹാദാ ബാബുൻ, ഇത് ഒരു വാതിലാണ്. ഹാദിഹി ഷജറത്തുൻ, ഇതൊരു മരമാണ്. ഹാദാ കുർസിയുൻ, ഇത് ഒരു കസേരയാണ്. ഹാദിഹി സയ്യാറത്തുൻ, ഇതൊരു കാറാണ്. ഇനി അടുത്തത് നക്തുബു, നമുക്ക് എഴുതാം. ഹാദിഹി ബഖറത്തുൻ, അപ്പം അവിടെ ഹാദിഹി ബഖറത്തുൻ എന്ന് നൽകാൻ കാരണം എന്താണ്? അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഖറത്തുൻ എന്നുള്ളത് എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. അവസാനം താ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് കൊടുത്തത്. അല്ലെങ്കിൽ ആണാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഹാദ ആയിരിക്കും. അപ്പോൾ ഹാദിഹി വന്നത് മുഴുവൻ എന്തായിരിക്കും? സ്ത്രീലിംഗമാണ്. അപ്പോൾ ഹാദിഹി ബഖറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പശുവാണ്. അതുപോലെ താഴെയുള്ളത് നോക്കിക്കോ. ഹാദിഹി സഹ്റത്തുൻ, ഇതൊരു പുഷ്പമാണ് അല്ലെങ്കിൽ പൂവാണ്. അപ്പോൾ അവിടെയും താ വന്നതുകൊണ്ടാണ് ഹാദിഹി എന്ന് വന്നത്. സഹ്റത്തുൻ എന്നുള്ള ആ ഒരു താ വന്നതുകൊണ്ട് അതെന്താണ്? അതൊരു സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ഹാദിഹി എന്നാണ് വരിക. ഇനി അടുത്തത് ആൺകുട്ടികൾക്ക് അഥവാ പുല്ലിംഗത്തിന് പറയുന്നതാണ് ഹാദാ ദീക്കുൻ. ഉണ്ടോ? അവിടെ ഒരു താവും ഇല്ല. അതുകൊണ്ടാണ് എന്ത് നൽകിയത്? ഹാദ എന്ന് നൽകിയത്. ഹാദാ ദീക്കുൻ, ഇതൊരു പൂവൻകോഴിയാണ്. ഹാദാ സിഞ്ചാബുൻ, ഇതൊരു അണ്ണാനാണ്. സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ അണ്ണാന്, കാരണം താ ഇല്ല, അതുകൊണ്ട് ഹാദ എന്ന് വന്നു. ഇനി അടുത്തത് നോക്കാം. ഹാദാ ജദ്ദി, അതിൻ്റെ അർത്ഥം എന്താ? ഇത് എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉപ്പാപ്പയാണ്. ഹാദാ ജദ്ദി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഉപ്പാപ്പയാണ്. ഹാദിഹി ഉമ്മീ, ഇത് എൻ്റെ ഉമ്മയാണ്. കാരണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഹാദാ ജദ്ദി എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗത്തെയാണ് അഥവാ പുരുഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹാദ എന്ന് വന്നത്. ഇനി ഹാദിഹി എന്ന് വരാൻ കാരണം എന്താണ്? ഉമ്മ ആരാണ്? സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹാദിഹി വന്നത്. ഹാദിഹി ഉമ്മി, ഇത് എൻ്റെ ഉമ്മയാണ്. അൻത അബത്തി, നിങ്ങൾ എൻ്റെ ഉപ്പയാണ്. അബത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉപ്പയാണ്. അൻതി ഉമ്മീ, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. ഇനി അടുത്തതോ അൻതനൂരി, നിങ്ങൾ എൻ്റെ വെളിച്ചമാണ്. അൻതി സിരി, നിങ്ങൾ എൻ്റെ ഹൃദയമാണ്. അപ്പോൾ അവിടെ അൻതി എന്ന് വന്നത് എന്താണ്? സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നക്തുബു കമാബിൽ ഫി മിസാലി, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് എഴുതാം.
അൻത ഇബ്നുൻ. അർത്ഥം എന്താ? നീ മകനാണ് അല്ലേ. അൻതി ബിന്തുൻ, നീ മകളാണ്, പെൺകുട്ടി അല്ലേ. ഇബ്ന് എന്നാൽ ആൺകുട്ടി, ബിന്ത് എന്നാൽ പെൺകുട്ടി. അൻത ഉസ്താദുൻ, നീ ഉസ്താദാണ്. അൻതി ദാരിസത്തുൻ, നീ ആരാണ്? വിദ്യാർത്ഥിനിയാണ്. കാരണം അൻത എന്നുള്ളത് ആണിനാണ് ഉപയോഗിക്കുക, അൻതി എന്നുള്ളത് പെൺകുട്ടികൾക്കാണ് ഉപയോഗിക്കുക. കാരണം രണ്ടിൻ്റെയും അർത്ഥം എന്താണ്? നീ എന്നാണ്. ഇനി അടുത്ത പാഠം നോക്കാം. മാഹാദ, ഇത് എന്താണ്? അപ്പം മാഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് എന്താണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹാദ ഇത്. അപ്പം അതിൻ്റെ ഉത്തരം പറയാണ് ഹാദ കലമുൻ, ഇത് പേനയാണ്. മാഹാദിഹി, ഇത് എന്താണ്? ഹാദിഹി സുഹറത്തുൻ, ഇത് പൂവാണ്. മൻ ഹാദ, ഇത് ആരാണ്? ഹാദ അഖി, ഇത് എൻ്റെ സഹോദരനാണ്. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പം ഹാദ എന്നുള്ളത് ഉപയോഗിക്കുക പുല്ലിംഗത്തിനും ഹാദിഹി എന്നുള്ള ഉപയോഗിക്കുക സ്ത്രീലിംഗത്തിനുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് മാ ഹാദ, ഇതെന്താണ്? അതിൻ്റെ ഉത്തരം തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഹാദ കിതാബുൻ, ഇത് കിതാബാണ്. മൻ ഹാദ, ഇത് ആരാണ്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. മാ ഹാദിഹി, ഇതെന്താണ്? ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. മൻ ഹാദ, ഇതാരാണ്? അവിടെ വേണ്ടത് മൻ ഹാദിഹി എന്നാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഫാത്തിമത്തുൻ, ഇത് ഫാത്തിമയാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരും പഠിച്ചു വരിക. അല്ലാഹു തആല നാം പഠിച്ചതൊക്കെ എക്സാമിന് വരാനും അതനുസരിച്ച് എഴുതാനും നല്ല രൂപത്തിൽ എഴുതി പാസ്സാവാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യത്തെ പാഠത്തിൽ അന എന്നുള്ളതാണ് പഠിച്ചത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ. അതുപോലെ പിന്നെ പഠിച്ചത് ഹാദ ഹാദിഹി എന്നുള്ളതൊക്കെയാണ്. ഹാദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് എന്നാണ്. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണെങ്കിലും ഹാദ എന്ന് പുല്ലിംഗത്തിനാണ് ഉപയോഗിക്കുക, ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് അൻത. അൻത എന്നുള്ളതിൻ്റെയും അൻതി എന്നുള്ളതിൻ്റെയും അർത്ഥം ഒരുപോലെയാണ്. പക്ഷേ അൻത എന്നുള്ളത് ഉപയോഗിക്കുക പുല്ലിംഗത്തിനാണ് അഥവാ പുരുഷന്മാർക്കാണ്. അൻതി എന്ന് ഉപയോഗിക്കുക സ്ത്രീലിംഗത്തിനാണ് അഥവാ സ്ത്രീകൾക്കാണ്. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.